ലിറ്ററേച്ചറിന്റെ ആറാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയ എ ഹാങ്ങിങ് എന്ന് പറഞ്ഞ ഒരു എസ്സേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതിയത് ജോർജ് ഓർവെൽ ആണ്. ഓക്കെ, ജോർജ് ഓർവെൽ ആണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1931 ഇത് ബേസ് ചെയ്തിട്ടുള്ളത്, അഥവാ ഈ എസ്സേ എഴുതിയത് ബർമയിലുള്ള ഒരു പോലീസുകാരന്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഈ ഒരു എസ്സേ ജോർജ് ഓർവെൽ എഴുതിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? സോ നമുക്കിനി നേരെ ഈ ഒരു ലെസണിലോട്ട് പോകാം. ഓക്കെ, ഇത് എന്താണ് ഇതിന്റെ സമ്മറി എന്ന് നമുക്ക് വിശദീകരിക്കാം. ആദ്യം തന്നെ പറയുന്നത്, ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ ബർമയിലുള്ള ഒരു ജയിലിലാണ്. ആ ദിവസം എന്താണ്, ഒരു മഴ പെയ്യുന്ന, അതായത് ഒരു മഴക്കാലമായിരുന്നു, ഒരു റെയിനി ഡേയിലാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. മാത്രമല്ല എല്ലാ പീപ്പിൾസ്, അതായത് ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ജയിലിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വരുന്ന, അതായത് ഈ തൂക്കിക്കൊല്ലാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സോ അവരെ തൂക്കിക്കൊല്ലുന്നത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ആ ജയിലിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ആ പ്രിസണേഴ്സ് എന്ത് ചെയ്യുകയാണ്, വരികയാണ്. അവരുടെ ശരീരം മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ആക്ച്വലി ഈ പ്രിസണേഴ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ, അല്ലെ, ഇരുമ്പിന്റെ കൂട്ടിലിട്ട ഒരു കിളിയുടെ അവസ്ഥയാണ് ആർക്ക്, ഈ ഓരോ പ്രിസണേഴ്സിനും. മനസ്സിലായല്ലോ? അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഓരോ പ്രിസണേഴ്സിനെയും എന്ത് ചെയ്തു വരികയാണ്, പുറത്തോട്ട് കൊണ്ടുവരിക. അതായത് എന്താണ്, വിത്തിൻ 1 or 2 weeks, അതായത് 1-2 ആഴ്ചക്കുള്ളിൽ ഇവരിനൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, അത്ര തൂക്കിക്കൊല്ലാനായിട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കാണിച്ചുകൊണ്ടാണ് ഈ എസ്സേ ആദ്യം തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത് നോക്കാം. പിന്നീട് ജോർജ് ഓർവെൽ എന്ത് ചെയ്യുകയാണ്, ഈ പ്രിസണേഴ്സിനെ, അതായത് പ്രിസണിനെ എന്ത് ചെയ്യുകയാണ്, സ്റ്റേജിനും, അതായത് ഈ എസ്സേയിലോട്ട് അതിനെ കടത്തിവിടുകയാണ്. അതായത് ഒരു പേഴ്സൺ, ആ ജയിലിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു പേഴ്സൺ ആരാണ്, ഒരു ഹിന്ദു ആണ്. എന്താണ്, ഒരു ഹിന്ദു മതസ്ഥനാണ്. അദ്ദേഹത്തിന്റെ തല എന്ന് പറയുന്നത് എന്താ, മൊട്ടയടിച്ച ഒരു തല, അത് മുടിയില്ലാത്ത മൊട്ടയായിട്ടുള്ള ഒരു തല. മാത്രമല്ല കണ്ണുകൾ അങ്ങനെ വേഗഡ് ആയിട്ടുള്ള കണ്ണുകളുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല മുസ്റ്റാച്ച്, അതായത് താടിയും മീശയും ഒരുപാട് നല്ലോണം ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കാണുമ്പോൾ തന്നെ ഓഡിയൻസിന് എന്ത് തോന്നുകയാണ്, ആ ഒരു കോമിക് ക്യാരക്ടർ കണ്ട ഒരു ഫീലാണ് ഇത് തോന്നുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ആ പ്രിസണറിനെ കൊണ്ടുവരികയും ഇതിന്റെ സവിശേഷതകളുമാണ് പിന്നീട് പറയുന്നത്. നമുക്ക് നോക്കാം. പിന്നീട് ഒരു 6 ഇന്ത്യൻ വാർഡൻസ് ആണ് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനായിട്ട് പോകുന്നത്. അപ്പോൾ 6 ഇന്ത്യൻ വാർഡൻസ് ആണ് ഈ പ്രിസണറിനെ കൊണ്ടുവരുന്നത്. എങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്, തൂക്കിക്കൊല്ലാനുള്ള മരത്തിലോട്ട് കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലോ? അതിനെയാണ് തൂക്കിക്കൊല്ലുന്ന ഒരു മരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാലോസ്. സോ ആ ഗാലോസിലോട്ട് ഈ 6 ഇന്ത്യൻസ് ആയിട്ടുള്ള ഇവര് എന്ത് ചെയ്യുകയാണ്, വാർഡൻസ് ഇയാളെ കൊണ്ടുവരികയാണ്. ഇതില് ഈ കൂട്ടത്തിൽ 6 2 വാർഡൻ എന്ത് ചെയ്യുകയാണ്, അതായത് ഇവരുടെ ഈ വന്ന പ്രിസന്റെ കൈ കെട്ടുകയും കണ്ണ് കെട്ടുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുകയാണ് ഈ 6 രണ്ടുപേരും. പക്ഷെ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാ, ഇതിനെ ഇങ്ങനെ ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുക. അതായത് എങ്ങോട്ടും ഓടിപ്പോയാൽ എസ്കേപ്പ് ആവാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാതെ ഇയാളിന് എന്ത് ചെയ്തിരിക്കുക, ചുറ്റിലും നിൽക്കുകയാണ്. ചുറ്റും നിൽക്കുകയാ. ആക്ച്വലി ഇവർ ഏത് രീതിക്കാണ് നിന്നതെന്ന് വെച്ചാൽ, ഒരു കുളത്തിൽ നിന്നും എടുത്ത ഒരു പിടയുന്ന മീന് ഒരു അവസരം കിട്ടിയാൽ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ ചാടുന്ന ഒരു മീനിന്റെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇവര് ആ പ്രിസണറിന് കൊടുത്തത്. പക്ഷെ ആ പ്രിസണർ അഥവാ ആ മനുഷ്യനാകട്ടെ ഭയങ്കര
കൂളായിട്ടായിരുന്നു നിന്നത്. അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മനോഭാവത്തിലായിരുന്നു ആ ഒരു മനുഷ്യൻ നിന്നിരുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ തുടരെ 8 മണി ആവുകയാണ്. ഓക്കെ, 8 മണി ആവുകയാണ്. അങ്ങനെ ആ ജയിലിലെ സൂപ്രണ്ട് വന്നിട്ട് എന്ത് ചോദിക്കുകയാണ്? അതായത് ഇയാളെ ഹാങ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. മാത്രമല്ല അതിനെ ഹാങ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ, അതായത് ബാക്കി തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഈ ജയിലിലെ സൂപ്രണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ജയിലിലെ ഹെഡ് ആണ് ആര്? ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. മനസ്സിലായാലും ഈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വ്യക്തിയും ആരാണ്? ഒരു ഇന്ത്യൻ തന്നെയാണ്. ഓക്കെ, അയാളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അതായത് വെള്ള ഡ്രസ്സിലാണ് വരുന്നത്. എങ്ങനെയാണ്? ഇയാള് വെള്ള ഡ്രസ്സിലാണ് വരുന്നത്. മാത്രമല്ല ഇയാളുടെ ശരീരത്തിലൊക്കെ എന്താണ്? സ്വർണം കൊണ്ടുള്ള ജ്വല്ലറി ഒക്കെ അണിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. മാത്രമല്ല ഇദ്ദേഹം എന്തിനു കാത്തിരിക്കുകയാണ്? ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നത് കണ്ട് സംതൃപ്തി അടയാനായിട്ട് കാത്തിരിക്കുകയാണ്. ആര്? ഈ ജയിലറുടെ ഹെഡ് ആര്? ഫ്രാൻസിസ്. മനസ്സിലായല്ലോ. അങ്ങനെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇയാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തായി? അത് കുറച്ച് ഡിലേ ആവാൻ ചാൻസ് വന്നു. അതായത് ഡിലേ ആവാൻ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായി അത് വൈകിപ്പോയി. കാരണം എന്താ? അതിന്റെ ഇടയിലേക്ക് ഒരു നായ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു വലിയ സൈസ്, ഒരു ഹ്യൂജ് സൈസിലുള്ള ഒരു നായ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ തുടങ്ങി, ബാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാത്രമല്ല അതിന്റെ ബോഡി മൂവ്മെന്റ്സും എല്ലാം തന്നെ ഭയങ്കര പേടിപ്പിക്കുന്ന തരത്തിൽ അത് വന്ന് ഇങ്ങനെ നായ കുരയ്ക്കാൻ തുടങ്ങി. അതായപ്പോൾ എന്തായി? ഈ ഒരു തൂങ്ങുന്ന അല്ലെങ്കിൽ ഇയാളെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ആ ഒരു സംഭവം കുറച്ച് സമയത്തേക്ക് ഡിലേ ചെയ്തു. അതായത് അപ്രതീക്ഷിതമായി വന്ന ഒരു സംഗതിയാണല്ലോ, അതുകൊണ്ട് ഡിലേ ചെയ്തു. ഈ നായ വന്ന് ഇങ്ങനെ കുരയ്ക്കുന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ ഈ സൂപ്രണ്ട് സൂപ്രണ്ടന്റ് എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? Who let the bloody brutes in here? അതായത് ഇതിനെയൊക്കെ ആരാണ് ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടത്? Catch it, അതിനെ പോയി പിടിക്കുക. Someone, ആരെങ്കിലും ഒന്ന് അതിനെ പോയിട്ട് പിടിക്കുക എന്ന് പറഞ്ഞു. ഇത്തരത്തിലാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നീട് ഈ നറേറ്റർ ഈ പ്രിസൺ, അതായത് ഈ തൂങ്ങാൻ നിൽക്കുന്ന തൂക്കിക്കൊല്ലാൻ നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് വർണ്ണിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇദ്ദേഹം ആക്ച്വലി ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ആരോഗ്യവാനായിട്ടുള്ള, മാത്രമല്ല കുറെയൊക്കെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ഒരാളെ എങ്ങനെയാണ് ഈ പോലീസുകാരൊക്കെ കൂടി പിടിച്ചത് എന്ന് നോക്കി എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും അതിശയിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നോക്കാം, ഇയാൾക്ക് എന്താണ്? ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു ശരീരമായിരുന്നു, ഭയങ്കര കരുത്തുറ്റ കൈകൾ, ആംസ് ആയിരുന്നു. മാത്രമല്ല സ്റ്റഡി വാക്ക്, അതായത് ഭയങ്കര ബോഡി പോസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. മാത്രമല്ല ലോക്ക് ഓഫ് ഹെയർ, ഹെയറിന്റെ പൊസിഷനും ഇത്തരത്തിലൊക്കെയാണ് നറേറ്റർ ആ മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? വർണ്ണിക്കുന്നത്. മനസ്സിലായല്ലോ. ആക്ച്വലി പിന്നീട് എല്ലാവരും പറഞ്ഞത്, അതായത് ഈ നമ്മുടെ നറേറ്റർ എന്താ പറഞ്ഞത്? ഈ ഒരു ഹാങ്ങിങ് ചെയ്യാൻ പോകുന്ന ഈ ഒരാളുടെ ശരീരം, ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്വൈറ്റ് ഇന്റലിജന്റ് ആണ്. അതായത് അദ്ദേഹം അത്രയും ഹെൽത്തി ആയ ഒരു പേഴ്സൺ ആണ്. മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ എല്ലാ ബോഡി പാർട്സും എന്താണ്? വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എത്തിപ്പെട്ടത്? പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഇയാൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇയാളുടെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് നറേറ്റർ ഇവിടെ പറയുകയാണ്. മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എസ്സേയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാലോ. എന്താണ് ഈ ഗാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാളെ തൂക്കിക്കൊല്ലുന്ന ആ ഒരു സെറ്റപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഗാലോ എന്ന്. പിന്നീട് പറഞ്ഞത് ഈ ഗാലോനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പിന്നീട് വരുന്ന സ്റ്റാൻസയിൽ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഗാലോ സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഗ്രൗണ്ടിൽ നിന്നും കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു ചെറിയ യാർഡിന്റെ അടുത്തായിട്ടാണ് ഈ ഗാലോ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഈ എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ട്രക്ചർ, ഗാലോവിന്റെ സ്ട്രക്ചറുകളും അതേപോലെ തന്നെ കയർ, തൂക്കുകയർ, ഇങ്ങനെ ഇയാളെ തൂക്കാൻ വേണ്ടി തൂങ്ങി നിൽക്കുന്ന ആ ഒരു സീനും, അതേപോലെ തന്നെ ഒരു വെള്ള വസ്ത്രമിട്ട മനുഷ്യൻ ഇതിലേക്ക് കഴുത്തിട്ടിട്ട് എന്ത് ചെയ്യാ? തൂങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു സംഗതി, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയൊക്കെയാണ് പിന്നീട് നറേറ്റർ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണിച്ചു തരുന്നത്. നോക്കാം. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആ വാർഡനർ എന്ത് ചെയ്യുന്നു? ആ പ്രിസണറിനെ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫ്രാൻസിസ് ഈ ലാഡറിൽ നിന്നും, ഈ ഏണിയിൽ നിന്നും ഇയാളെ തള്ളിയിട്ടു. മാത്രമല്ല അങ്ങനെ
ജനങ്ങൾ ആ ഗാലോന് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് അപ്പൊ മരിക്കാൻ പോകുന്ന ആ അവസാന നിമിഷവും ആ ഒരു പ്രിസണർ എന്താണ് അത്ര പറഞ്ഞത്? റാം 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 എന്ന് ഇയാൾ ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. റാം 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 ഹരേ രാം എന്നൊക്കെ ഇങ്ങനെ ഇയാളെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മരണമായിരുന്നില്ല. പകരം ഇയാൾ ഭയങ്കര ധൈര്യത്തോടു കൂടി റാം റാം എന്ന് ചാന്റ് ചെയ്ത് അങ്ങനെ ഇയാൾ പിന്നീട് എന്ത് ചെയ്തു? ഒരു കോട്ടന്റെ തുണി ഇയാളുടെ തല വഴിയിട്ടപ്പോൾ പിന്നെ അപ്പോഴും അയാൾ ഈ റാം 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 എന്ന് ഇയാൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല അങ്ങനെ പതിയെ അല്ലെ അങ്ങനെ എന്ത് ചെയ്തു? ദി ഹാങ്മാൻ ക്ലൈംബിംഗ് ഡൗൺ ഫ്രം ദി ഗാലോസ് അല്ലെ അങ്ങനെ എന്ത് ചെയ്തു? ഹാങ്മാൻ എന്ത് ചെയ്താ? ഗാലോന്റെ താഴേക്ക് വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഒറ്റ ഒരു വടി കൊണ്ട് അല്ലെ, അതായത് സൂപ്രണ്ട് ഗ്രൗണ്ടിലോട്ട് വന്നു ഒരു വടിയും കൊണ്ട് അല്ലെ. അങ്ങനെ അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ചലോ എന്ന് ഇയാൾ പറഞ്ഞത് അല്ലെ. ചലോ എന്ന് പറഞ്ഞ എന്താ? ചലോ അല്ലെ, പോയിക്കോട്ടെ. അങ്ങനെ ഇയാളെ ഇതാക്കുമ്പോൾ, ഇയാളെ തള്ളിവിടുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് കഴിഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? മരണമടഞ്ഞു അല്ലെ. ഇയാളുടെ തൂങ്ങിക്കിടക്കുന്ന ശരീരം മാത്രമാണ് കണ്ടത് അല്ലെ. പിന്നീട് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇയാൾ എന്ത് ചെയ്തു? പിന്നീട് ഒരു കല്ലായ, വെറും ഒരു കല്ല് പോലുള്ള ഒരു ശരീരമായിട്ട് എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഇത്തരത്തിൽ അയാളുടെ ഒരു സ്റ്റോറിയിൽ അങ്ങനെ ഇയാളെ തൂക്കിക്കൊല്ലുകയാണ്. പിന്നീട് അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങിയ? കാരണം ഇത്രയും നേരമായിട്ട് ഈ പ്രിസണേഴ്സിന് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇയാളെ തൂക്കി കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കൊടുക്കുള്ളൂ എന്നായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വാർഡനൊക്കെ എന്ത് വന്നിട്ട് ഈ ബാക്കിയുള്ള പ്രിസണേഴ്സിന് അന്നം കൊടുത്തു. ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇവരെന്ത് ചെയ്തു? ഭയങ്കര ചിയർഫുൾ ആയിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ ഇവരെന്ത് ചെയ്തു? അവരിങ്ങോട്ട് ഹാ ഹാ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി ചിരിച്ചില്ലേ. എന്താ? ഭക്ഷണം കിട്ടിയതിന്റെ സന്തോഷമാണത്. പക്ഷെ അപ്പോ തന്നെ ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഇയാളെ തൂക്കിക്കൊന്നു എന്ന വാർത്ത ഇവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ചിരി, ആ ഉറക്കനെ ചിരിക്കുന്ന ആ പൊട്ടിച്ചിരിയുടെ ശബ്ദമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. മനസ്സിലായല്ലോ? അങ്ങനെ നിന്നു. ആ ചിരിയും സന്തോഷമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയി, ഇയാളെ കൊന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലെ. പിന്നീട് നരേറ്റർ നമുക്ക് കാണിക്കുന്ന എന്താണ്? ആ ഹാങ്ങിങ് പ്രോസസ്, അയാളെ തൂക്കിക്കൊന്ന ആ പ്രോസസ്സ് എത്തരത്തിലാണ് അവസാനിച്ചത് എന്നൊക്കെ നമ്മുടെ വാർഡൻ അല്ലെ, വാർഡന്മാര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് പിന്നീട് നരേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനൊക്കെ ശേഷം പിന്നീട് ഈ നരേറ്റർ എന്ത് തിരിച്ചറിയുകയാണ്? ഇവരുടെ കൂട്ടത്തിൽ അറിയാതെ ഞാനും ചിരിച്ചു പോയല്ലോ ദൈവമേ എന്ന് പറയുകയാണ് ആര്? ഇവിടെ നരേറ്റർ ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഈ ജോർജ് ഓർവെലിന്റെ ഈ ഒരു എസ്സേ എന്ത് ചെയ്യുന്നത്? ഇവിടെ അവസാനിക്കുന്നത്. ഇത് ആക്ച്വലി ബർമയിലുള്ള ഒരു ജയിലിലെ ഒരു പോലീസുകാരന്റെ എക്സ്പീരിയൻസിനെ തുടർന്നുകൊണ്ട് കിട്ടിയ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എസ്സേ ജോർജ് ഓർവെൽ എഴുതിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? സോ ഇതാണ്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇമോഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു എസ്സേ ആയിരുന്നു അല്ലെ. ജോർജ് ഓർവെലിന്റെ അത്ര പോപ്പുലർ ആയ വർക്ക്സുകളിൽ ഏറ്റവും പോപ്പുലർ ആയ ഒന്ന് തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി നന്നായി ഒന്ന് പുസ്തകം വായിക്കുക, അപ്പൊ കുറെ കൂടി മനസ്സിലാവും. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.